മനുഷ്യൻ്റെ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് ഒരിക്കലും പഴക്കമില്ല. എന്തുകൊണ്ട് ചിലർക്ക് മാത്രം ഭാഗ്യം കൂടിയുണ്ട്? എന്തുകൊണ്ട് ചിലർ സ്വപ്നം കാണുന്നതെല്ലാം നേടുന്നു? ചിലർക്ക് യഥാർത്ഥത്തിൽ ശക്തിയുണ്ടോ? ഇതാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ആകർഷിച്ച ഒരു ആശയം, ലോ ഓഫ് അട്രാക്ഷൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഒരാളെ ഓർക്കുന്നു, അതേസമയം ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നു. ഒരു കാര്യത്തെ ശക്തമായി ആഗ്രഹിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം അതുമായി ബന്ധപ്പെട്ട അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഇത് വെറും യാദൃച്ഛികതയാണോ, അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യ നിയമമോ? മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിന്തയുടെ ശക്തിയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. പുരാതന ഈജിപ്ത്, ഇന്ത്യ, ഗ്രീക്ക് സംസ്കാരങ്ങൾ എല്ലായിടത്തും ഒരു സാമ്യമുള്ള ആശയമുണ്ടായിരുന്നു. നീ എന്തു ചിന്തിക്കുന്നു, അതാണ് നീ ആകുന്നത്. ഉപനിഷത്തുകൾ പറഞ്ഞു, യഥാഭാവം തഥാ ഭവതി. നീ എങ്ങനെ ചിന്തിക്കുന്നു, ജീവിതം അതുപോലെ രൂപപ്പെടും. ബുദ്ധൻ പറഞ്ഞു, നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുടെ ഫലമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു വലിയ രഹസ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നത് പോലെ തോന്നുന്നില്ലേ? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അമേരിക്കയിൽ ന്യൂ തോട്ട് മൂവ്മെൻറ്റ് എന്നൊരു പ്രസ്ഥാനം രൂപപ്പെട്ടു. അവിടെ ഒരാശയം ശക്തമായി ഉയർന്നു. മനസ്സിൻ്റെ ഊർജം യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നു. ശേഷം ദ സീക്രട്ട് എന്ന പുസ്തകവും സിനിമയും വന്നപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ലോകമെമ്പാടും വൈറലായി. കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി, ഞാൻ ചിന്തിക്കുന്നത് യൂണിവേഴ്സ് എന്നെ തിരിച്ചു നൽകുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. യൂണിവേഴ്സിന് നമ്മുടെ ശബ്ദം കേൾക്കാനാവുമോ? ചിന്തകൾക്ക് തരംഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു മനോഹരമായ ഭ്രമം ആണോ? നമ്മുടെ ബ്രെയിൻ ഒരു സാധാരണ അവയവമല്ല, അതൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. നമ്മൾ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ബ്രെയിനിൽ വൈദ്യുത സിഗ്നൽ ഉണ്ടാകുന്നു. ഓരോ ചിന്തയും ഒരു എനർജി പാറ്റേൺ സൃഷ്ടിക്കുന്നു. ശാസ്ത്രജ്ഞർ EEG ഉപയോഗിച്ച് ബ്രെയിനെ വേവ് അളക്കുമ്പോൾ ചിന്തകൾക്ക് ശരിക്കും തരംഗങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ അനുകൂലികൾ പറയുന്നത്. ചിന്തകൾ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി യൂണിവേഴ്സിലേക്ക് യാത്ര ചെയ്യുന്നു, സമാന ഫ്രീക്വൻസികളെ ആകർഷിക്കുന്നു. അതായത് സന്തോഷം ചിന്തിച്ചാൽ സന്തോഷം ആകർഷിക്കും, ഭയം ചിന്തിച്ചാൽ ഭയം തന്നെ ജീവിതത്തിലേക്ക് വരും. ഇത് കേൾക്കുമ്പോൾ മായാജലം പോലെ തോന്നാം, പക്ഷേ ഇവിടെ മനഃശാസ്ത്രം പ്രവേശിക്കുന്നു. നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക സംവിധാനമുണ്ട്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ ശ്രദ്ധ നിയന്ത്രിക്കുന്ന ഒരു ഫിൽറ്ററാണ്. നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങണമെന്ന് തീരുമാനിച്ചാൽ അടുത്ത ദിവസം മുതൽ അതേ മോഡൽ കാർ എല്ലായിടത്തും കാണുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാർ പെട്ടെന്ന് വർദ്ധിച്ചതല്ല, നിങ്ങളുടെ ശ്രദ്ധ മാറിയതാണ് കാരണം. ലോ ഓഫ് അട്രാക്ഷൻ്റെ വലിയ ഭാഗം ഇവിടത്തെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ബ്രെയിൻ അതുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ കണ്ടെത്താൻ തുടങ്ങുമെന്നുള്ളതാണ്. അതിനാൽ ചിലർ വിജയിക്കുന്നത് യൂണിവേഴ്സ് കാരണം മാത്രമല്ല, അവരുടെ ശ്രദ്ധയും പ്രവർത്തനവും കാരണം കൂടിയാണ്. പക്ഷേ മനുഷ്യൻ ഇതിലും ആഴത്തിലുള്ള ഒരു അനുഭവം പറയുന്നു. ചില സമയങ്ങളിൽ ഏത് നമ്മോട് സഹകരിക്കുന്നത് പോലെ തോന്നും. ശരിയായ ആളുകൾ, ശരിയായ സമയം, ശരിയായ അവസരങ്ങൾ. ഇത് കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ സൈക്രോണിസിറ്റി എന്ന കാൾ ജങ് പറഞ്ഞ സംഭവമോ? ജങ് വിശ്വസിച്ചത് മനുഷ്യ മനസ്സും യൂണിവേഴ്സും തമ്മിൽ ഒരു അദൃശ്യ ബന്ധമുണ്ടെന്നാണ്. നമ്മൾ ഉള്ളിൽ മാറുമ്പോൾ പുറം ലോകം മാറുന്നുവെന്ന അനുഭവം പലർക്കും ഉണ്ടാകുന്നു. ലോ ഓഫ് അട്രാക്ഷൻ ഒരു മാജിക് മന്ത്രമല്ല. ഒരു കോടീശ്വരനാകണമെന്ന് ചിന്തിച്ചാൽ പണം ആകാശത്തുനിന്ന് വീടില്ല. പക്ഷേ ചിന്ത, വികാരം, വിശ്വാസം, പ്രവൃത്തി, ഫലം എന്ന ഒരു സൈക്കോളജിക്കൽ ചെയിൻ ഉണ്ടെന്ന് ഇന്നും ന്യൂറോ സയൻസ് വ്യക്തമാക്കുന്നു. നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ ബ്രെയിൻ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ആത്മവിശ്വാസം ഉയരുന്നു, തീരുമാനങ്ങൾ ധൈര്യത്തോടെ എടുക്കുന്നു, അവസരങ്ങൾ സ്വീകരിക്കുന്നു, ഒടുവിൽ വിജയം സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഇതാണ് സംഭവിക്കുന്നത്. പുറത്ത് കാണുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പോലെ തോന്നാം, അകത്ത് നടക്കുന്നത് ബ്രെയിൻ കെമിസ്ട്രി മാത്രമാണ്. എങ്കിലും മനുഷ്യൻ പ്യൂർലി സയൻറ്റിഫിക് ജീവി മാത്രമല്ല, നമ്മൾ പ്രതീക്ഷയുള്ള ജീവികളാണ്, പ്രാർത്ഥിക്കുന്ന ജീവികൾ, സ്വപ്നം കാണുന്ന ജീവികൾ. ലോ ഓഫ് അട്രാക്ഷൻ പലർക്കും പ്രത്യാശ നൽകുന്നു. അതൊരു മനസ്സിൻ്റെ പരിശീലനമാണ്. നിങ്ങൾ ദിവസവും നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയിൽപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ സൃഷ്ടിക്കുന്നതായി കരുതുമ്പോൾ നിങ്ങൾ പാസീവ് ആളല്ല, ക്രിയേറ്റർ ആണെന്ന് തോന്നും. ഇതാണ് അതിൻ്റെ യഥാർത്ഥ ശക്തി. ഇതാണ് യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു അപകടവുമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ തെറ്റായി മനസ്സിലാക്കിയാൽ ആളുകൾ പരാജയത്തെ സ്വന്തം തെറ്റായി കുറ്റപ്പെടുത്തും. ഞാൻ നെഗറ്റീവ് ചിന്തിച്ചത് കൊണ്ടാണ് രോഗം വന്നതെന്ന് പോലെ അപകടകരമായ ധാരണകൾ ഉണ്ടാകാം. ജീവിതം മുഴുവനും ചിന്തകളാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്നില്ല. പരിസ്ഥിതി, സമൂഹം, സാമ്പത്തിക അവസ്ഥ, ആരോഗ്യ ഘടകങ്ങൾ എല്ലാം സ്വാധീനിക്കുന്നു.
അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഒരു ടൂളാണ്, എല്ലാം നിയന്ത്രിക്കുന്ന കോസ്മിക് ലോ അല്ല. അപ്പോൾ യഥാർത്ഥം എന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ ഭാഗികമായി സൈക്കോളജിയാണ്, ഭാഗികമായ ബിലീഫ് സിസ്റ്റം, ഭാഗികമായ സെൽഫ് മോട്ടിവേഷൻ ടെക്നിക്ക്, മറ്റൊരു ഭാഗം മനുഷ്യൻ്റെ ആത്മീയ അനുഭവം. യൂണിവേഴ്സ് നമ്മെ കേൾക്കുന്നു എന്നുള്ള വിശ്വാസം മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തിയായി മാറുന്നു അത്രമാത്രം. കാരണം മനുഷ്യ ചരിത്രത്തിലെ എല്ലാ മഹത്തായ സൃഷ്ടികളും ആദ്യം ഒരാളുടെ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിമാനം പറക്കുന്നതിന് മുമ്പ് അതൊരു സ്വപ്നമായിരുന്നു, ഇൻ്റർനെറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് അതൊരു മറ്റൊരു സ്വപ്നമായിരുന്നു. അതിനാൽ ചിന്തകൾക്ക് ശക്തിയില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു ചോദ്യത്തോട് ഈ യാത്ര അവസാനിപ്പിക്കാം. യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതം നിർമ്മിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ യൂണിവേഴ്സിനൊപ്പം ചേർന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യം നിർമ്മിക്കുന്നത്? ഒരുപക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ ഒരു മിസ്റ്റിക് നിയമമല്ല, മനുഷ്യനും യൂണിവേഴ്സും തമ്മിലുള്ള സഹകരണമാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, നിങ്ങൾ ആരാണെന്ന് നിർണ്ണയിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. കാരണം ഒരിക്കൽ നിങ്ങളുടെ ഭാവി ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിലും നിന്നാവാൻ തുടങ്ങുന്നത്. നമ്മൾക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു മാജിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ ഒന്നും തന്നെയല്ല. ഇത് മനസ്സിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശ്വാസം, ഒരു ബിലീവ് മാത്രമാണ് ഇതെന്ന്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് പോലെ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചിങ് നടത്തുന്ന ഒരുപാട് പേരെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ട്. ലക്ഷങ്ങളുണ്ടാക്കാം, കോടികളുണ്ടാക്കാം, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി ബുക്കിൽ വെക്കുക, അല്ലെങ്കിൽ കത്തയച്ചു കൊടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ വെള്ളം വിഴുങ്ങി, അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ പ്രക്രിയ മാത്രമാണിത്. ആ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും വരുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അല്ലാതെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് യാദൃച്ഛികമായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിന് യാതൊരു തരത്തിലുള്ള ലോജിക്കോ ഇല്ല. സയൻസ് ഇതിനെ സ്യൂഡോ സയൻസ് എന്ന് മാത്രമാണ്, ഇതിന് യാതൊരു വിധത്തിലുള്ള തെളിവും ഇല്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇന്നും പല ആളുകളും ഇന്ന സ്ഥലങ്ങളിലുള്ള പല ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും അതൊരു മന്ത്രമായി മാറുകയും അല്ലെങ്കിൽ അതൊരു ജീവിതത്തിൻ്റെ ഒരു അത്ഭുതമായി മാറുകയും അതിനെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു പണത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ഇന്ന് പല ആളുകളും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഒരുപാട് പേർ ഇതിൽ നിന്നൊരു ബിസിനസ് മാത്രമാക്കി അവരെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ പല ആളുകളും ഇതിൽ പ്രവർത്തിച്ചിട്ട് ഫലമില്ലാതെ ആകുമ്പോൾ നിരാശയും അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സന്തോഷം കൂടി ഏറ്റവും പടുകുഴിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിലൊരു മോട്ടിവേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ഇതിന് യാതൊരു തരത്തിലുള്ള ഒരു മായാജാലമോ മാജിക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചില ലോജിക്കൽ തിങ്കിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്നവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടവരും കാണും. അതല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് കൂടുതലും അപകടത്തിൽപ്പെട്ട ആളുകൾക്കാണ്, അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതലും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ചെന്നുവിടുന്നത് ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസികമായി സമ്മർദ്ദമുള്ളവർ, സ്ത്രീകൾ, കുട്ടികൾ അല്ലെങ്കിൽ കൗമാരപ്രായമുള്ളവരൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഭാവിയിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആകണം എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു പൊട്ടത്തരം പറഞ്ഞാലും ഏതൊരു വിഡ്ഢിത്തരം പറഞ്ഞാലും ഒരു 100 പേര് നമ്മളത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ യാദൃച്ഛികമായിട്ട് ഒരു 4 പേർക്കോ 5 പേർക്കോ സംഭവിച്ചിരിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നു, വീടിന് ചുറ്റും ഒരു 10 തവണ എല്ലാ ദിവസവും നിങ്ങൾ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ചുറ്റുകയാണെങ്കിൽ അതിന് ശേഷം നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് പറഞ്ഞ് 100 പേരോട് ഈ ഒരു പ്രാക്ടിക്കൽ സംഭവം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 100 പേര് ചിലപ്പോൾ ഒരു 10 പേർക്ക് ഇത് സംഭവിക്കാം. അപ്പോൾ 10 പേര് പറയും, ഇത് ഞാൻ ചെയ്തതുപോലെ സംഭവിച്ചു, നിങ്ങൾ പറഞ്ഞ ആ ഒരു സംഭവം വളരെ യാഥാർത്ഥ്യമാണ് എന്ന് അവർ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 90 പേർക്ക് ഇത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതെല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. 100 പേർ ചെയ്യുമ്പോൾ 10 പേർ ചിലപ്പോൾ സംഭവിക്കുക. അത് നമ്മൾ ഏത് വിഡ്ഢിത്തം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഇന്ന് പലരും ഇതിനെ ഒരു വലിയൊരു സംഭവമാക്കി ലോ ഓഫ് അട്രാക്ഷനാക്കി മാറ്റപ്പെടുന്നതും. ചിലർ ഇതിൻ്റെ അവനവൻ തന്നെ കത്തെഴുതുന്നു, അല്ലെങ്കിൽ സ്വയം അവൻ്റെ മുന്നിൽ അവനവൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അവനോട് തന്നെ
സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള വിഡിത്തമായ കുറേ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സയൻസ് ഇതിന് സ്യൂഡോ സയൻസ് തന്നെയാണ് ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള വിലയുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കാര്യമുള്ള ഒന്നല്ല. പക്ഷേ ഇതൊരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഹാപ്പിനെസ് നൽകുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് ജീവിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.